ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പത്തിരിയും അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈയും ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ എല്ലില്ലാത്ത ബീഫ് ഇതുപോലെ കുറച്ച് നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടാണ് മുറിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പ്രഷർ കുക്കറിലേക്ക് ഈ ബീഫ് മാറ്റാം. ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും മസാലപ്പൊടികൾ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം വേണ്ട, കാരണം നമ്മളിത് ഗ്രേവി ആയിട്ട് നല്ലല്ലോ ചെയ്യുന്നത്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതിയാകും. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് ബീഫ് വേവിച്ചെടുക്കണം. വേവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ ബീഫിനും പ്രഷർ കുക്കറിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ കൊടുക്കുക. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ കൊടുത്ത് വേവിച്ച് നോക്കാം. ഇപ്പോൾ ഒരു 3-4 വിസിലൊക്കെ അടിച്ച് നമ്മൾ ബീഫ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. ഒരു 90% വെന്താൽ മതി, കാരണം നമ്മൾ ഇനി ഫ്രൈ ചെയ്യുന്ന കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക തണുക്കാനായിട്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ട് ചെറിയൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ടൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടും നമ്മുടെ ബീഫ് ഫ്രൈക്ക്. 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ സോയാ സോസ്. ഈ ഒരു മസാലയിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണ്ട, സോയ സോസിലൊക്കെ ഉപ്പിൻ്റെ അളവ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഒരു മുട്ട മുഴുവനായിട്ട് വേണ്ടി വരില്ല, കാരണം 1/2 കിലോ ബീഫാണല്ലോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു മുട്ടയുടെ ഒരു പകുതി മതിയാവും. 1 കിലോ ബീഫിലേക്കാണെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കട്ടയൊന്നുമില്ലാതെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചൂടാറിയതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. മുളക് പൊടി മുട്ടയൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ബീഫിന് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് മൊത്തത്തിൽ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും, കാരണം ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ ബീഫ്, അതുകൊണ്ട് തന്നെ ആ കളറൊന്ന് മാറി വന്നാൽ മാത്രം മതിയാകും. രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. മാറ്റുന്ന സമയത്ത് ഒരു സ്ട്രെയിനറിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ബീഫ് ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു പകുതി ഭാഗം മാറ്റിയിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരി ഒരു ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെളിച്ചെണ്ണ അവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചിട്ടുള്ളത്, എരിവിന് ആവശ്യമായിട്ട് 1-2 പച്ചമുളക് മുറിച്ചെടുത്തത്, അത് എല്ലാം കൂടെ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള നീളത്തിൽ മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി തന്നെയാണ് എടുത്തിട്ടുള്ളത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മുളക് പൊടി മാത്രം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ഇനി ഈ സ്റ്റേജിൽ നമ്മൾ ചേർക്കുന്നില്ല. മുളക് പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഉള്ളി മുളക് പൊടിയൊക്കെ നമ്മുടെ ഈ ഒരു ബീഫിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒരു 1-2 മിനിറ്റ് അങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബീഫ് ഫ്രൈ എന്ന് പറയുന്നത്. ശരിക്കും വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കുറഞ്ഞ സമയവും മതി, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ശരിക്കും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബീഫ് ഫ്രൈ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പൊരിച്ച പത്തിരിയാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം പൊടി വാട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് എല്ലാം കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചതച്ചതിന് ശേഷം ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അളവ് മതിയാവും കേട്ടോ, കൂടുതലൊന്നും വേണ്ട.
ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക. സവാള മുറിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ചെറുതായിട്ട് മുറിക്കണം കേട്ടോ, ഇത്രയ്ക്കും വലുതാവണ്ട, കാരണം നമുക്ക് പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല കനം കുറച്ച് നല്ല കൊത്തി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പത്തിരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് വഴന്ന് വന്നാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ചെറിയൊരു മഞ്ഞ കളറോട് കൂടിയിട്ടുള്ള പത്തിരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പത്തിരിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇനി ചേർക്കാനുള്ളത്. 1 കപ്പ് പത്തിരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പത്തിരി റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 1.25 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പത്തിരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം, അത്യാവശ്യം ചൂടായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്കുള്ള പത്തിരിപ്പൊടി ചേർക്കുന്നത്. 1 കപ്പ് സാധാരണ നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, റെഡിമെയ്ഡ് ആയാലും കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കിയതാണ് കുഴപ്പമില്ല. നമ്മൾ സാധാരണ റോസ്റ്റഡ് ആയിട്ട് വറുത്ത് പൊടി അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ 1 കപ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും വേണം. ഈ ഒരു പത്തിരിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് കേട്ടോ. പൊടിയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കുറച്ചൊരു കട്ടൊക്കെ കെട്ടുന്ന പോലെ ഉണ്ടാകും, അത് കുഴപ്പമില്ല, എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതിയാകും. ഇതുപോലെ മിക്സായി കഴിയുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ കൈകൊണ്ട് തൊട്ട് വെക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവണം നമ്മൾ ഈ ഒരു പത്തിരി പൊടി വാട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഇത്തിരി ഹാർഡാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇത് നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, നല്ല മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളെ മാവ് ഒരു 1-2 മിനിറ്റൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ചൂടിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മളെ പത്തിരിക്ക് നല്ല വിചാരിച്ച ടേസ്റ്റ് സോഫ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് അടുത്ത് കുറച്ചൊരു പച്ചവെള്ളം എടുത്ത് കയ്യിൽ തടവാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പച്ചവെള്ളത്തിലൊന്നും കൈ മുക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഒരിക്കലും ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിനുള്ള ആ ഒരു ചൂടാവുന്ന സമയത്ത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് പരത്തി എങ്ങനെയാണ് പത്തിരിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മാവിനെ 2 ഭാഗമായിട്ട് മാറ്റാം. എന്നിട്ട് ഒരു ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് പരത്താൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതുപോലെയൊക്കെയാണ് പരത്തുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എണ്ണ തടവി കൊടുക്കുക, പെട്ടെന്നൊന്ന് നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരു വലിയ പത്തിരി ആയിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. പരത്തുന്ന സമയത്ത് ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, അത്യാവശ്യം ഒരു കട്ടി വേണം. നല്ലൊരു കട്ടിയോട് കൂടിയിട്ടുള്ള പത്തിരിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നൈസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം പരത്തിയെടുക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ വലുതാക്കി പരത്തിയെടുത്തതിന് ശേഷം ഇനി ചെറിയ ചെറിയ പത്തിരിയാക്കി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത്, ഏത് വലുപ്പത്തിനാണ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള ഗ്ലാസ്സോ ഒരു അടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ പത്തിരിയൊക്കെ പരത്തുന്ന സമയത്ത് നമുക്കൊരു 4-5 പത്തിരിയൊക്കെ ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പത്തിരി ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. ഈ ഒരു രീതിയിലാണ് പത്തിരി റെഡിയാക്കി എടുക്കേണ്ടത്. ഈ രീതിയിൽ പരത്തിയെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള കട്ടിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കനം കുറഞ്ഞു പോയാൽ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ബാച്ച് പരത്തി നമ്മൾ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒന്നിച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം തന്നെ പരത്തി കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ഏകദേശം ഒരു 12 പത്തിരിയാണ് നമുക്ക് ഈ ഒരു കപ്പ് അളവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ഇനി നമുക്കിത് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഓരോ പത്തിരിയായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 പത്തിരിയൊക്കെ ഒരു സമയം തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പത്തിരി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിലിന് ആദ്യം നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ നമ്മളെ പത്തിരി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല. മുകൾ ഭാഗമൊക്കെ കളർ മാറും ചെയ്യും, ഉൾഭാഗം ഫ്രൈ ആവില്ല. അതായത് പത്തിരിക്ക് അത്യാവശ്യം കട്ടിയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചുട്ടെടുക്കുക. 2 ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. മാറ്റുന്ന സമയത്ത് ഒരു സ്ട്രെയിനറിലേക്ക് എടുക്കുകയാണെങ്കിൽ ഓയിലൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പത്തിരിയും ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം.
ഈ ഒരു പത്തിരിക്ക് ഞാനിപ്പോൾ ഉള്ളിപ്പത്തിരി എന്ന് പേര് കൊടുത്തോന്നേ ഉള്ളൂ. നമ്മുടെ സാധാരണ പൊരിച്ച പത്തിരി ഉണ്ടല്ലോ, കുറേ മുൻപ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൊരിച്ച പത്തിരിയുടെ. ഏകദേശം അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് വരുന്നത്, കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്